പറയാൻ പോകുന്നത് കുറച്ച് ബിസിനസ് ഐഡിയാസാണ്. ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ അറിയണ ഏതൊരാൾക്കും സ്റ്റിച്ചിങ് എങ്ങനെ പഠിക്കുക, അതേപോലെ അതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോണത് കേട്ടോ. ഏതൊരാൾക്കും അവനവൻ്റേതായിട്ട് ഒരു തൊഴിൽ അതെപ്പോഴും നല്ലതാണ്. ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു മാർഗം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ടിയതാണ്. അപ്പം വീട്ടിൽ നിന്ന് പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇതിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു 3-4 മാർഗ്ഗങ്ങൾ എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ചെറുതായിട്ട് വലിയ വരുമാനമൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളൊരു വരുമാനമെങ്കിലും എങ്ങനെ കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഇതിലൂടെ പറയാൻ പോണത്. വീഡിയോയിൽ കാണിക്കുന്നത് ഞാനൊരു ചുരിദാർ കട്ട് ചെയ്യണതാണ്. അത് നിങ്ങൾ ഇതാവേണ്ട, അതിനെ പറ്റിയല്ല പറയണത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോക്കും വേണ്ടിയിട്ട് ഞാനൊരു കട്ടിങ് വീഡിയോ എൻ്റെ ഫോണിലുണ്ടായിനി, അത് ഇട്ടതാണ്. എനിക്ക് സുഖമില്ലാത്തത് കാരണം വീഡിയോസൊന്നും എടുത്ത് ചെയ്യാൻ വയ്യ. ഇനി സുഖമായി ഞാൻ ബാക്ക് ടു വർക്കൊക്കെ തിരിച്ച് വരുമ്പം നിങ്ങൾ പറഞ്ഞ എല്ലാവിധ വീഡിയോസും ചെയ്യണതാണ് കേട്ടോ. തന്നെ ആദ്യത്തെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് മെഷീൻ അറ്റ്ലീസ്റ്റ് ചവിട്ടി ജസ്റ്റ് ഒന്ന് അടിക്കാൻ അറിയുന്നുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ് സ്ക്രഞ്ചീസിൻ്റെ ബിസിനസ്. ഇപ്പോഴൊക്കെ നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്നൊരു സാധനമാണ് സ്ക്രഞ്ചീസ്. ഒരു പണിയില്ല, കുറച്ച് അര മീറ്റർ ഇച്ച് നല്ല ക്ലോത്ത് നോക്കിയിട്ട് ഷോപ്പിൽ നിന്ന് ലേസം ക്ലോത്ത് വാങ്ങിക്കൊണ്ടുവന്ന് കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ വെട്ട് കഷ്ണങ്ങളായിട്ടൊക്കെയുള്ള ആദ്യം നമ്മൾ കയ്യിലുള്ള വെട്ട് കഷ്ണങ്ങളായിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് യൂട്യൂബിൽ നോക്കി സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോസ് അടിച്ചാൽ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ എല്ലാ ചാനലിലും സ്ക്രഞ്ചീസിൻ്റെ വീഡിയോസ് ഉണ്ട്. അതെടുത്ത് കണ്ടാൽ ജസ്റ്റ് ഒരു തുണി ഒറ്റ വെട്ടും ഒരൊറ്റ സ്റ്റിച്ചിങ്ങും അതിന് വരുന്നുള്ളൂ സ്ക്രഞ്ചീസിന്. നല്ല ഈസി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് സ്ക്രഞ്ചീസ് ബിസിനസ് കേട്ടോ. അങ്ങനെ അത് ചെയ്തിട്ട് വരുമാന മാർഗം കണ്ടെത്താവുന്നതാണ്. വീട്ടിലിരുന്നിട്ട് സാധാരണ ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത ഒരാൾക്കും മെഷീൻ ചവിട്ടാൻ അറിയിച്ചെങ്കിൽ ഇതുള്ള മാർഗ്ഗമാണ്. ഇനി അതെങ്ങനെ സെയിൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട്. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രീതിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടാൽ ആദ്യമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ തുടരെ വീഡിയോസ് ഇട്ടാൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ കുറച്ച് 1-2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞാലും നമുക്കിങ്ങനെ ഓരോരോ ഓർഡറുകൾ തന്നെയും കിട്ടി തുടങ്ങും. അങ്ങനെയാണ്ട് നമുക്ക് ഓർഡറുകൾ കിട്ടി തുടങ്ങും. അതേപോലെ നമ്മൾ അടുത്തുള്ളവരോടൊക്കെ പറയാം നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, സ്ക്രഞ്ചീസ് വേണ്ടവർക്ക് പറയാം. പിന്നെ അടുത്തുള്ള ഷോപ്പുകളിൽ ചോദിക്കുക, ഫാൻസി പോലത്തെ ഷോപ്പുകളിലൊക്കെ ചോദിക്കുക, ഞാനിങ്ങനെ സ്ക്രഞ്ചീസ് ചെയ്ത് കൊണ്ടുവന്നാൽ നിങ്ങൾ എടുക്കുമോ എന്ന് ചോദിക്കുക. അങ്ങനെ നമ്മൾ മുന്നിട്ടൊന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇത് മാർഗം കണ്ടെത്താതെ രീതിയിലൊക്കെ നമ്മൾ നോക്കിയാൽ അതൊരു നല്ല ബിസിനസ്സാണ് കേട്ടോ. രണ്ടാമത്തത് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാനറിയും, പക്ഷേ ഡ്രസ്സുകളൊന്നും ചെയ്യാത്തവർക്കാണ് വെച്ചെങ്കിൽ ആൾട്രേഷൻ വർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം വലിയ ഷോപ്പുകാരൊന്നും ഈ ആൾട്രേഷൻ വർക്ക് എടുക്കില്ല. ഇപ്പം ഒരു വീട്ടിൽ എങ്ങനെയായാലും ഒരാൾ ഒരു നൈറ്റി എടുത്താൽ ആ നൈറ്റി ഒന്ന് ഷേപ്പാക്കാതെ ഒന്ന് മേലെ സ്റ്റിച്ച് ചെയ്യാതെ ഒരാൾക്ക് ഇടാൻ കഴിയില്ല. അപ്പം ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അവനവൻ്റെ ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ പറയാം, ഞാൻ ആൾട്രേഷൻ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പറ്റുന്നുള്ള പോലൊക്കെ എൻ്റെ തന്നാൽ മതി, ഞാൻ ചെയ്ത് തരും എന്ന് പറയാം. അങ്ങനെ ഒരു കുറഞ്ഞ റേറ്റ് 30-50 ഒക്കെ റേറ്റ് എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താലും നമുക്കൊരു വരുമാന മാർഗ്ഗമായിരിക്കും. സാധാരണ കുറച്ചെങ്കിലും നമ്മൾ ആവശ്യങ്ങൾക്കുള്ള ഒരു വരുമാന മാർഗ്ഗം കിട്ടുന്നതാണ് ഈ ആൾട്രേഷൻ വർക്ക് അറിയണത്. നല്ല ഒന്ന് ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർക്ക് വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ. മൂന്നാമത്തത് ചവിട്ടി പോലത്തത് സ്റ്റിച്ച് ചെയ്യാണ്. അതിനൊന്നും വല്ല സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയണ്ട. നമ്മളെ കയ്യിലുള്ള വെട്ട് കഷ്ണം തുണികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ, ഇല്ലെങ്കിൽ നമുക്ക് വെട്ട് കഷ്ണം കിട്ടൂലെങ്കിൽ നമ്മൾ അടുത്ത എവിടെയെങ്കിലുള്ള ടൈലർ ഷോപ്പുകാരുണ്ടെങ്കിൽ ഓലെന്താ വെട്ട് കഷ്ണം കാട്ടിലെന്ന് ചോദിക്കുക. അധികം ആൾക്കാർ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് ആ വെട്ട് കഷ്ണം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചവിട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചവിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ, ഡോർമാറ്റ് ഇടൂലേ നമ്മൾ, അത് കേട്ടോ. ഞങ്ങളൊക്കെ ചവിട്ടി എന്ന് പറയാം, അതൊരു ഇതിന് പറഞ്ഞതാണ്. അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് കൈകൊണ്ട് തുന്നിയിട്ട് ചെയ്യണവരുണ്ട്, സ്റ്റിച്ച് ചെയ്ത് ചെയ്യണവരുണ്ട്. അതിനൊക്കെ ജസ്റ്റ് ഒരു മെഷീനൊന്ന് ചവിട്ടി അടിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. അതേപോലെ ടേബിൾ മാറ്റ് ഉണ്ടല്ലോ, റണ്ണർ, ഇതൊക്കെ ഇങ്ങനത്തെ വെട്ട് കഷ്ണങ്ങളോട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. അതും ഒരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. നാലാമത്തത് വരുന്നത് ഈ പൗച്ചൊക്കെ ഉണ്ടല്ലോ. നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഏതിൻ്റെ വീഡിയോസും കിട്ടും. ഈ വെട്ട് കഷ്ണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല പൗച്ച് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊരു ജസ്റ്റ് മെഷീൻ ചവിട്ടി അടിക്കാൻ അറിയുന്ന ഒരാൾക്കാണ് വെച്ചെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തിട്ടും വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക. കാരണം ഈ സ്കൂളുകൾ ഒക്കെ തുറക്കണ സമയങ്ങളിലോട്ട് ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ, കാരണം നല്ല റേറ്റാണ് പുറത്ത് പൗച്ച്, ചെറിയൊരു പൗച്ച് കാര്യങ്ങൾക്ക് തന്നെ നല്ല റേറ്റാണ് പുറത്ത്.
അപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ ചെയ്തായിട്ട് നമുക്ക് കുറച്ച് റേറ്റൊക്കെ കുറച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ റേറ്റൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ ആൾക്കാരുണ്ടാവും വാങ്ങാൻ. പിന്നെ നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ വാങ്ങാൻ ഒത്തിരി ഉണ്ടാവും. ഇതായിട്ടുള്ളതാണ് നൈറ്റി ബിസിനസ്. നൈറ്റി ബിസിനസ് നല്ല ഒരു വരുമാന മാർഗ്ഗമാണ്. ഹോൾസെയിലായിട്ടൊരു 10 പീസോ 12 പീസോ നൈറ്റി തുണി എടുത്തിട്ട് മെഷീൻ ചവിട്ടാൻ അറിയുന്ന ഒരാൾക്ക് യൂട്യൂബ് നോക്കിയാൽ ഒത്തിരി നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസ് കാണും. ഏത് കോലത്തിലുണ്ട് നമുക്ക് മനസ്സിലാവണ രീതിയിലൊക്കെ നല്ല നല്ല ഒത്തിരി നൈറ്റിയുടെ വീഡിയോസ് ഉണ്ട്. ഈ നൈറ്റിയുടെ വീഡിയോസ് കണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് നമ്മൾ റഫായിട്ട് വെട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ വളരെ ഈസിയായി ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നൈറ്റിയുടെ ക്ലോത്ത് ഒരു 10 പീസൊക്കെ ഇറക്കിയിട്ട് അവനവൻ്റെ ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ പറയാം, ഞാനിങ്ങനെ നൈറ്റിയുടെ ക്ലോത്ത് ഇറക്കിയിട്ടുണ്ട്, വാണ്ടിയോൽക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം, വന്ന് നോക്കിയാനായിട്ട് അങ്ങനെ എല്ലാവർക്കും കാട്ടി കൊടുത്ത്, അങ്ങനെ വേണമെങ്കിൽ ഇനി അങ്ങനെ കഴിയൂല വെച്ചെങ്കിൽ 1-2 എണ്ണമൊക്കെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളിട്ടത് കാണുമ്പോൾ ഇത് ഇടുന്നതെന്ന് ചോദിക്കണം ആൾക്കാർ. അങ്ങനെ ചോദിച്ചിട്ട് അപ്പോൾ പറയാം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്കൊരു ബിസിനസ് മാർഗ്ഗം കണ്ടെത്താവുന്നതാണ് കേട്ടോ. നൈറ്റിയുടെ ബിസിനസ് പറഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലൊരു കച്ചവടമുള്ള ബിസിനസ്സാണത്. നല്ല സെയിലെടുക്കും. കാരണം ഒരു വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ ഏകദേശം അതിൽ 3 ആളും നൈറ്റി ഇടുന്ന ആൾക്കാരേക്കാരം. നൈറ്റി നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഡെയിലി വെയറായി യൂസ് ചെയ്യണതാണ് നൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നൈറ്റി യൂസ് ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല. ഒരു വീടുകളിലും നൈറ്റി യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല. ആദ്യം കുറച്ച് പീസ് എടുക്കുക, എന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ അടിച്ചിടാമല്ലോ. നമ്മൾ തന്നെ അടിച്ചിടുമ്പോൾ ആൾക്കാർ കണ്ടിട്ട് അത് വാങ്ങും. അങ്ങനെയൊക്കെ നോക്കുക. എല്ലാ രീതിക്കും നമുക്കൊരു വരുമാന മാർഗ്ഗം നിർബന്ധമാണ്. ആദ്യം നമുക്ക് മടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് വേണം ഏതൊരു ബിസിനസ്സൊക്കെ ഇറങ്ങാൻ. നമ്മൾ നന്നായി ചിന്തിക്കുക, പിന്നെ അത് ആക്ഷൻ എടുക്കുക. ചിന്തിച്ച് സ്വപ്നം കണ്ട് ഇങ്ങനെ കുത്തിർന്നിട്ട് ഒരു കാര്യം നടക്കില്ല. അതിലോട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ മാത്രമേ ആ കാര്യം നടന്ന് കിട്ടുള്ളൂ.